ഹലോ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയെ അല്ല. യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. പക്ഷേ റിയാക്ഷൻ വീഡിയോ ഇടുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇന്ന് ഈ സമയത്ത് ഈ ഒരു വീഡിയോ ഇടാൻ പറ്റിയ സമയമാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീട് വരുന്നത് മുണ്ടക്കയിലാണ്, വയനാട് മുണ്ടക്കയിലാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വാർത്തയിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. രണ്ടാമതും ഇപ്പോൾ അവിടെ ഉരുൾ പൊട്ടിയ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാർത്തയിൽ എല്ലാത്തിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് വയനാട് മുണ്ടക്കയിലാണ്. ഞങ്ങൾ എസ്റ്റേറ്റ് പാടിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളവിടെ 10-30 വർഷമായിട്ട് താമസിച്ചു വരുന്ന ആൾക്കാരാണ്. എൻ്റെ അച്ഛന് അവിടെയാണ്, അമ്മേനെ മാരേജ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ 30 വർഷത്തിന് മുകളിലായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കളക്ട്രേറ്റിലേക്ക് പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല. വീടിൻ്റെ പുതിയ ലിസ്റ്റിൽ, സർക്കാരിൻ്റെ ലിസ്റ്റിലോ സംഘടനേൻ്റെലോ ഒന്നിലും നമ്മുടെ പേര് വന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ട്രേറ്റിൽ പോയി. അപ്പം കളക്ടറെ കാണാൻ പറ്റിയിട്ടില്ല, വേറൊരു മേഡത്തിനെയാണ് കാണാൻ പറ്റി. എനിക്ക് മേഡത്തിൻ്റെ പേരറിയില്ല, ഡെപ്യൂട്ടി കളക്ടറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ മേഡം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ കാര്യം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കളക്ട്രേറ്റിൽ ഞാനും അമ്മയും പോയ സമയത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രത്തോളമാണ്. നമ്മൾ അവിടെ ഒരു ഈ ഗവേഷകർ വരുമല്ലോ, വന്ന് നോക്കുമല്ലോ, അവിടെ താമസയോഗ്യമാണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. അപ്പം അവിടെ താമസയോഗ്യമാണോ അല്ലേ നോക്കാൻ വന്ന ആൾ അവിടെ ഒരു കല്ലോ കുച്ചോ എന്തോ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ അതിന് ശേഷം ഇതുവരെ മുണ്ടക്കയിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എനിക്ക് ഉരുൾ പൊട്ടിയതിൻ്റെ ശേഷം ഒറ്റ വട്ടം മാത്രമേ ഞാൻ എൻ്റെ നാട് കാണാൻ പോയിട്ടുള്ളൂ. അപ്പോൾ കുറ്റിയാണോ കല്ലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ആ കല്ലിൻ്റെ ഇപ്പുറത്തുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടും, ഇപ്പുറത്തുള്ളവരാണ് നിങ്ങൾക്ക് വീട് കിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അത് പ്രകാരമാണ് ഞങ്ങളെ ലിസ്റ്റിൽ നിന്ന് റിജക്റ്റ് ആക്കിയതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കുറ്റിക്ക് ഇപ്പുറത്തുള്ള ഒരുപാട് വീടുകളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ ഉള്ളത് സ്വന്തം വീടാണോ അല്ലെ എസ്റ്റേറ്റിൻ്റെ പാടിയാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വന്തം വീടല്ല, എസ്റ്റേറ്റിൻ്റെ പാടിയാണെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, എസ്റ്റേറ്റിൻ്റെ പാടിയിലുള്ളവർക്ക് ഞങ്ങൾ വീട് തരില്ല. അവരെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, പാലവും റോഡും നന്നാക്കി തരും. എൻ്റെ കയ്യിൽ പറഞ്ഞതിനുള്ള റെക്കോർഡും ഉണ്ട് കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞ കാര്യം, അവിടെയുള്ള പാലവും റോഡും നന്നാക്കി തരും. അതാണ് അവരുടെ ചുമതല എന്ന് പറയുന്നത്. പാലും റോഡും നന്നാക്കി തരും. അതിനുശേഷം വീടിന് ലിസ്റ്റിൽ വരാത്ത പാടിക്കാരിയാണ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവരവിടെ പോയി താമസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വീട് വെച്ച് പോവുക. ഇത് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഘടനകൾ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സംഘടന വെച്ച് കൊടുക്കുന്ന വീട്ടിലുള്ളവർ തന്നെയാണ് ഗവൺമെൻറ് ലിസ്റ്റിലും വന്നവർ. അപ്പം ഒന്നില്ലെങ്കിൽ അവർക്ക് സംഘടന വീട് അല്ല ഗവൺമെൻറ്റിൻ്റെ വീട്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അപ്പോൾ സംഘടന ഒരു വ്യക്തിക്ക്, ഇപ്പം ഞാൻ എന്ന വ്യക്തിക്ക് സംഘടന വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് ഒരു വീട് ഒരാൾക്ക് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അവർക്കൊരു 15 ലക്ഷം ഒരു വീടിൻ്റെ പൈസ കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? കാരണം ഇപ്പോൾ ഗവൺമെൻറ് വെച്ച് കൊടുക്കാത്ത ആൾക്കാർക്കാണ് സംഘടന വെച്ച് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് സംഘടനേൻ്റെ വീടും ഒരു വ്യക്തിക്ക് കിട്ടുകയാണ്, അതിന് പുറമെ 15 ലക്ഷം രൂപ ഈ ലിസ്റ്റിൽ വന്നവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് ലിസ്റ്റിൽ വരാത്ത ഒരാൾക്ക് ഗവൺമെൻറ് ലിസ്റ്റിൽ പേര് വരുത്തിക്കൂടെ ചോദിച്ചു. അത് പറ്റില്ല, ഞങ്ങൾ അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് അവരെന്നോട് പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയും, ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഇത് ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 വർഷം ആയിട്ടില്ല. അവിടെ ഉരുൾ പൊട്ടിയെന്നാണ് പറയുന്നത്. ഞാനവിടെ കണ്ടിട്ടില്ല, വാർത്തയിലൊക്കെ വരുന്ന ന്യൂസാണ്. ഉരുൾ പൊട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നത്. കാരണം അത്രയും തോനെ വെള്ളം, ഞാൻ ആ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. അത്രയും തോനെ വെള്ളം ആ ഗ്രൗണ്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ ഉരുൾ പൊട്ടാണ്ട് ഒരിക്കലും അത്രയും തോനെ വെള്ളം അവിടെ എത്തില്ല. അപ്പോൾ അവിടെ ഉരുൾ പൊട്ടിയ സ്ഥലത്താണ് ഇവർ ഞങ്ങളോട് ഇനിയും പോയി താമസിക്കുകയെന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഇപ്പോൾ ഈ പാടിക്കാരെന്താ, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. 10-30 വർഷമായിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് വീട് വെച്ചില്ല, പാടി വെച്ചു, എല്ലാവർക്കും അതിനുള്ള വരുമാനമാർഗമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ അമ്മയും അച്ഛനും അത്രയും കാലം അവിടെ പണിയെടുത്ത് എന്താക്കി, എനിക്ക് ഒരു അനിയനും ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്. ഇവരെ പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് ഡിഗ്രി വരെയുള്ള പഠനത്തിനുള്ളതിനുള്ള വരുമാന മാർഗ്ഗമേ അവർക്കുള്ളൂ. അവരുണ്ടായ പൈസയൊക്കെ എടുത്തിട്ട് പാടിയിൽ തന്നെ നിന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു. ഇതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സർക്കാരൊക്കെ വീടിനും സ്ഥലത്തിനൊക്കെ പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നേ വരെ ഞങ്ങൾക്കത് പാസ്സാക്കി കിട്ടിയിട്ടുമില്ല. ഇതൊന്നുമില്ല, ഞങ്ങൾ അപേക്ഷ കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല. ഇത്രയും സംഭവം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വീടില്ല, അതാണ് സത്യം. ഞങ്ങൾക്ക് എന്താ പറയുക, HMLൻ്റെ പ്രോപ്പർട്ടിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇതുപോലെ താമസിക്കുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഈ ഞങ്ങളോട് അവിടെ പോയി താമസിക്കണം പറയുന്നതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നോ? ആരായിക്കോട്ടെ പാടിക്കാർക്ക് വീടില്ല എന്ന് ന്യൂസിൽ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിരിക്കുന്നോ?
ഇപ്പോൾ ഇവർ കഴിഞ്ഞ ആഴ്ച അന്വേഷിക്കാൻ പോയപ്പോഴാണ് ഇവരെന്നോട് ഇത് പറയുന്നത്. എവിടെയും നിങ്ങൾ ഈ പാടിക്കാർക്ക് വീടില്ല എന്ന് പറയുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളോട് ഇനി അവിടെ പോയി താമസിക്കാൻ പറയണം? അതിൻ്റെ അർത്ഥമാണ് എനിക്കറിയേണ്ടത്. എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി, എൻ്റെ അച്ഛനും അമ്മേനെയും ഞാൻ എങ്ങനെ ആ സ്ഥലത്തേക്ക് താമസിക്കാൻ വിടണം? ആ പാലം ഇപ്പോൾ പൊളിഞ്ഞിട്ടില്ല, അത് പൊളിഞ്ഞു പോയിരുന്നെങ്കിലോ? ഇത് 1 വർഷം ആവുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥ. ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സർക്കാർ പാടിയിലുള്ളവർക്ക് മാത്രം വീട് തരുന്നില്ല എന്നുള്ള? അവരവിടെ പാടിയിൽ താമസിച്ചോ കുടിയിൽ വെച്ച് താമസിച്ചോ എന്നതിലല്ല കാര്യം. ആ 11ാം വാർഡ് മൊത്തത്തിൽ പോയതാണ്. ആ 11ാം വാർഡ് ഞാൻ 11ാം വാർഡിലാണ്, മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കയിൽ 11ാം വാർഡിൽ. ആ 11ാം വാർഡിലുള്ളവർക്ക് മൊത്തത്തിൽ വീട് കൊടുക്കണ്ടേ? ആ വീട് സ്വന്തമായിട്ട് വെച്ചവർക്കൊരു പരിഗണനയും വീട് വെക്കാത്തവർക്കൊരു പരിഗണനയും അത് എവിടുത്തെ ന്യായമാണ് ശരിക്കും വന്നിട്ടുള്ളത്? നിങ്ങൾ തന്നെ ഇതിന് പറ. ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഈ വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഉയർന്ന അതോറിറ്റിയിലുള്ള ആരെങ്കിലും കണ്ടിട്ട് അവിടെ പാടിക്കാരെയും കൂടി ഉൾപ്പെടുത്തി വീടിനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തണം. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വീട് തരുന്നവരെ പ്രൈവറ്റായിട്ട് ഒരുപാട് പേര് സംഘടനകൾ വീട് കൊടുക്കുന്നുണ്ട്. അവരെ മാറ്റി അവർ എന്ത് ചെയ്യുക, ഈ വീട് കിട്ടാത്തവർക്കെങ്കിലും വീട് കൊടുത്ത് സഹായിക്കണം. അതിനുവേണ്ടി കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.